വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട് 9 മാസമായെങ്കിലും ഇന്നാണ് യൂട്യൂബിന്റെ പണം എന്നെ തേടി എത്തുന്നത്. ബാങ്കിൽ നിന്നുള്ള മെസ്സേജ് വന്നതോടെ ആരോടും പറയാതെ നേരെ ATM-ലേക്ക് ഷോർട്സ് വീഡിയോ മാത്രം അപ്ലോഡ് ചെയ്യുന്നത് കൊണ്ട് വലിയ വരുമാനം കിട്ടില്ലെന്ന് എനിക്ക് മുൻപേ അറിയാമായിരുന്നു. എങ്കിലും ഇത്ര നാളത്തെ കഷ്ടപ്പാടിൽ വളരെ തെറ്റില്ലാത്ത തുക തന്നെ കിട്ടിയതിൽ ഒരുപാട് സന്തോഷം തോന്നി. ക്യാഷ് എടുത്ത് നേരെ വന്നത് വീട്ടിലേക്കാണ്. ആദ്യമായി കിട്ടിയ പണം മുഴുവൻ അമ്മയുടെ കയ്യിൽ തന്നെ കൊടുത്തു. അമ്മയ്ക്ക് ആദ്യം ഇത് എന്താണെന്ന് മനസ്സിലായതേ ഇല്ല. അതിന്റെ കാരണം ജീവിതത്തിൽ ആദ്യമായിട്ടായിരുന്നു ഞാൻ ഇത്രയും പണം അമ്മയുടെ കയ്യിൽ കൊണ്ട് കൊടുക്കുന്നത്. അതിനുശേഷം അമ്മയുടെ കയ്യിൽ നിന്ന് ഈ 500 രൂപ മാത്രം വാങ്ങി ഞാൻ എത്തിയത് ഈ പള്ളിയിലേക്ക്. അങ്ങനെ ആദ്യമായി പള്ളിയിലെത്തി മെഴുകുതിരി കത്തിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് റോഡരികിൽ വിശന്ന് വലഞ്ഞിരുന്ന ഈ ഒരു അമ്മയെ കണ്ടത്. രാവിലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ല, കഴിക്കാനായി എന്തെങ്കിലും വാങ്ങിത്തരുമോ എന്ന് ചോദിച്ചു. അങ്ങനെ അമ്മയ്ക്ക് കഴിക്കാനുള്ള ആഹാരവും വെള്ളവും വാങ്ങിക്കൊടുത്ത് കുറച്ചു നേരം അമ്മയോട് സംസാരിച്ചിരുന്നു. കുറച്ചു നേരത്തേക്കെങ്കിലും അമ്മയുടെ സങ്കടം മാറ്റാൻ കഴിഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. അത് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോഴാണ് ലോട്ടറി വിൽക്കുന്ന ഈ ഒരു ചേട്ടനെ കണ്ടത്. ഭക്ഷണം കഴിച്ചെന്നുള്ള എന്റെ ചോദ്യത്തിന് ചേട്ടൻ പറഞ്ഞ മറുപടി ആകെ 4 ലോട്ടറി മാത്രമേ ഉള്ളൂ, ഇത് കഴിഞ്ഞാൽ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കാനാകൂ എന്നാണ്. അതുകൊണ്ട് തന്നെ കയ്യിലുള്ള ലോട്ടറി അല്ല ഞാനിങ്ങോ. അത് കഴിഞ്ഞ് വീട്ടിലെത്തി എടുത്ത ലോട്ടറിയിൽ എന്തെങ്കിലും സമ്മാനമുണ്ടോ എന്ന് നോക്കി. പക്ഷേ ആ ഒരു നിമിഷം വളരെ ഞെട്ടിക്കുന്നതായിരുന്നു. എടുത്ത ഇത്രയും ലോട്ടറികളിൽ ഒരെണ്ണത്തിൽ 500 രൂപ പ്രൈസ് അടിച്ചിരിക്കുന്നു. ഇന്നത്തെ ദിവസം ഞാൻ ചിലവാക്കിയത് 500 രൂപ മാത്രമാണ്. അതേ 500 രൂപ എനിക്ക് തിരിച്ചു കിട്ടിയിരിക്കുന്നു. നമ്മളെ കൊണ്ട് കഴിയുന്ന ചെറിയൊരു സഹായം അർഹതപ്പെട്ട കൈകളിൽ എത്തുന്നുവെങ്കിൽ തീർച്ചയായും അതിന്റെ പ്രതിഫലം മറ്റൊരു വഴിയിൽ കൂടി നമ്മുടെ കൈകളിൽ തിരിച്ചെത്തിയിരിക്കും.